Debate with Dr. Arun Kumar. മോദിയുടെ ഭരണകാലത്ത് ഫാസിസത്തെ ചെറുക്കാൻ പിണറായി എന്ന വിശ്വാസമാണോ വിവാദ മലപ്പുറം പരാമർശത്തിലൂടെ നഷ്ടമായത് എന്നാണ് ചോദ്യം. പാർട്ടി സെക്രട്ടറി പറയുന്നു, ഒന്നും നഷ്ടമായിട്ടില്ല. PV അൻവർ പിണങ്ങിയും KT ജലീൽ ഇണങ്ങിയും LDFിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമോ? പാർട്ടി സെക്രട്ടറി പറയുന്നു, ഒന്നും സംഭവിക്കില്ല. അടുത്തു തുടങ്ങിയ സമസ്ത പോലും മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുമോ? ഈ പാർട്ടിയിൽ നിന്ന് ന്യൂനപക്ഷം അകലില്ല, മലപ്പുറം പാർട്ടിക്ക് അകലെയുമാവില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. 1957 EMS സർക്കാർ വന്നതിന് ശേഷമാണ് രണ്ടാം തരം പൗരന്മാരെന്ന നിലയിൽ നിന്നും മുസ്ലിം സമുദായത്തിന് മലപ്പുറത്ത് നെഞ്ചുവിരിച്ച് തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞതെന്നും പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നു. പാർട്ടി സെക്രട്ടറി പറയും പോലെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിച്ച് നേതൃത്വത്തെ വളഞ്ഞിട്ടാക്രമിച്ച് പാർട്ടിയെ തളർത്താനുള്ള വലതുപക്ഷ പ്രചരണ വേലയാണോ ഇപ്പോൾ മലപ്പുറത്തിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നത്? ലക്ഷം പേരെ അണിനിരത്തി PV അൻവർ തുടക്കം കുറിക്കുന്ന പുതിയ യുവജനതാ പാർട്ടി ആരുടെയൊക്കെ കോട്ടകൾ തകർക്കും? PR വിവാദത്തിലൂടെ ന്യൂനപക്ഷ പിന്തുണ നഷ്ടമാകുമോ പാർട്ടിക്ക്? ബാക്കിയാവുന്നത് പ്രതിച്ഛായ നഷ്ടം. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPM പ്രതിനിധി ഡോക്ടർ VPP മുസ്തഫ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് S ജയസൂര്യൻ എന്നിവർ. ആദ്യം ഡോക്ടർ VPP മുസ്തഫ, പാർട്ടി സെക്രട്ടറി പറയുന്നത് അൻവറിനോടൊപ്പം 50 ആൾ മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ്. ഇന്ന് സമസ്ത ഞങ്ങൾക്ക് നൽകിയ ഒരു വീഡിയോ ബൈറ്റ്, ആ വീഡിയോ ബൈറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ആ വീഡിയോ ബൈറ്റിൽ പറയുന്നത് ഇത് മുഖ്യമന്ത്രി ബോധപൂർവമാണ് മലപ്പുറത്തെക്കുറിച്ച് പരാമർശിച്ചത് എന്നാണ്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തള്ളിയിട്ടും സമസ്തയ്ക്ക് അത് വിശ്വാസമാകുന്നില്ല. ഇത് മലപ്പുറത്ത് എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുക എന്നതാണ് ചോദ്യം. ആദ്യം നമുക്ക് സമസ്തയുടെ പ്രതികരണം കേട്ടുവരാം. ഇങ്ങനെ മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അസഹിഷ്ണുത, ദഹനക്കേട് ഉള്ള പല വിഭാഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒരു സവിശേഷ പ്രത്യേക പരാമർശം അറിയിക്കുന്ന ഒരു വിഭാഗമാണ് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. വളരെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ. തീർച്ചയായും അത് ബോധപൂർവം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുത്തണമല്ലോ, തെറ്റിദ്ധാരണകൾ തിരുത്തണം. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഭരിക്കുന്നതിന് മുഖ്യമന്ത്രിയിൽ നിന്ന് അവാസ്തവമായ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ അവിശ്വസനീയമായ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നാൽ തിരുത്തുന്ന അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. ശ്രീ VPP മുസ്തഫ, ബഹാവുദ്ദീൻ നദ്വിയെ പോലെ സമസ്തയുടെ നേതാക്കൾ, മുഷാവറ അംഗമാണ്, ഇപ്പോഴും വിശ്വസിക്കുന്നത് മുസ്ലിം സമൂഹത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും CPM-ന് സാധിച്ചിട്ടില്ല എന്നാണ്. മലപ്പുറം പരാമർശം പാർട്ടിക്ക് മലപ്പുറത്ത് ന്യൂനപക്ഷ വിരുദ്ധരെന്ന ഒരു ബ്രാൻഡ് സമ്മാനിക്കുമോ? ഈ ബഹാവുദ്ദീൻ നദ്വിയുടെ നേരത്തെയുള്ള ബൈറ്റുകളും അരുൺകുമാറിൻ്റെ ഓർമ്മയിലുണ്ടാകുമല്ലോ. അതായത് സമസ്തയുടെ വലിയ നേതൃത്വം, ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷവും കേരള സർക്കാരും എടുത്ത നിലപാടുകളിൽ സഹകരിച്ചപ്പോൾ അന്നും വിമത ശബ്ദം സമസ്തയിൽ ഉയർത്തിയ ആളാണ് ഈ ബഹാവുദ്ദീൻ നദ്വി. അദ്ദേഹം അന്ന് തന്നെ ലീഗിന് അനുകൂലമായി നിന്ന് CPM-നോടും സർക്കാരിനോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടും ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം ചേർന്നു പോകുന്നതിനെ വിമർശിച്ചിട്ടുള്ളയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന സമസ്തയുടെ ആകെ ഒരു ഔദ്യോഗിക പ്രസ്താവനയാണ് എന്ന് ഇപ്പോൾ ഞാൻ കരുതുന്നില്ല. സമസ്തയുടെ നേതൃത്വം ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ അക്കാര്യം വിശദീകരിക്കേണ്ടതുണ്ട്. 2, മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നുള്ളത് അത് അച്ചടിച്ചു വന്ന ഹിന്ദു പത്രം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ പെശകു പറ്റി, ക്രോസ് ചെക്ക് ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ പേരിൽ അങ്ങനെ വരാനിടയായതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഈ ബഹാവുദ്ദീൻ നദ്വി ഇങ്ങനെ മലപ്പുറത്തെ മുഖ്യമന്ത്രി അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ അദ്ദേഹത്തിന്റെ സുഖേട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ എന്താ വിഷയം? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മഹാഭൂരിപക്ഷം ജനത ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വിധിയുണ്ടായി. പക്ഷേ അതിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാലോ, 2019 അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. 2019 വിധിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി 1.5 വർഷത്തിന് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നോടൊപ്പം ഇടതുപക്ഷത്തിനോടൊപ്പം ഈ പിണറായി വിജയനോടൊപ്പം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ വിശ്വാസമർപ്പിച്ചു നിന്നു. ഇതാണ് ബഹാവുദ്ദീൻ നദ്വിയെയും ലീഗുകാരെയും UDF-നെയും അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട്
പാർട്ടി സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ഹഹഹ എന്നും പാർട്ടി സെക്രട്ടറി ഹിഹിഹി എന്നും മറുപടി പറയുന്നതല്ലാതെ ഈ മലപ്പുറം വിവാദമായ പരാമർശം ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ദ ഹിന്ദുവിൽ തിരികെ കയറ്റിയത് എന്ന ചോദ്യത്തിൽ ഒരു അന്വേഷണം എന്തുകൊണ്ടാണ് പാർട്ടിയോ അതല്ലെങ്കിൽ ഈ സർക്കാരോ മുഖ്യമന്ത്രിയോ നടത്താത്തത്? അതെ അതെ, അരുൺകുമാറിനും ഈ ഹഹഹാം ഹിഹിഹിയും എല്ലാം വലിയ പരിഹാസത്തിനുള്ള വഴിയാവുകയാണല്ലോ. ഇതേ അരുൺകുമാർ എന്നല്ലേ നേരത്തെ പറഞ്ഞത്, അയ്യോ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തൊരു മസിലാണ്, അദ്ദേഹം ചിരിക്കുന്നില്ല. ആ ഗോവിന്ദ മാഷോ, അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരിയേ വരുന്നില്ലല്ലോ. അവരൊന്ന് ചിരിച്ചാൽ അതിനെ പരിഹസിക്കുക. ഇത് തന്നെയാണ് നിങ്ങളെല്ലാം തിരിച്ചുതള്ളേണ്ട വിഷയമാണോ ഡോക്ടർ VPP മുസ്തഫ? ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടേതെന്ന് പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പരാമർശം ദ ഹിന്ദു പത്രത്തിന് നൽകി ആ പത്രം തന്നെ അത് വിളിച്ചു പറഞ്ഞാൽ ഒരു അന്വേഷണം വേണ്ടേ? അതോ ചിരിച്ചു തള്ളിയാൽ മതിയോ? ഞങ്ങൾക്കൊരു PR ഏജൻസിയും ഇല്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു PR ഏജൻസിയാണ് പത്രത്തിന് ഞങ്ങൾക്കില്ലാത്ത PR ഏജൻസിയെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തപ്പിപ്പോകേണ്ട കാര്യമില്ല. ഏജൻസിയെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണ്ടേ ഡോക്ടർ VPP മുസ്തഫ? ഇല്ലാത്ത PR ഏജൻസിയെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആരാണ് ഉണ്ടാക്കിയത്? ഹിന്ദു പത്രമല്ലേ പറഞ്ഞിരിക്കുന്നത്, അവരല്ലേ ക്ലാരിഫൈ ചെയ്യേണ്ടത്. അവർ ക്ലാരിഫൈ ചെയ്തു. കൃത്യമായിട്ട് പറഞ്ഞു. ക്ലാരിഫൈ ചെയ്തു. ഏർപ്പെടുത്തി കൊടുത്തിയത് ഒരു PR ഏജൻസിയാണ്. ആ PR ഏജൻസിയിലെ 2 അംഗങ്ങൾ അഭിമുഖവേളയിൽ ഉണ്ടായിരുന്നു. ആ PR ഏജൻസിയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അഭിമുഖത്തിൽ പറയാത്ത ഭാഗം കൂട്ടിച്ചേർത്തത്. അത് ഹിന്ദു പത്രം വിശദീകരിച്ചു. നിങ്ങൾ ആ വിശദീകരണവും മാപ്പപേക്ഷയും അംഗീകരിച്ചാൽ പിന്നെ ആ PR ഏജൻസിയെ കുറിച്ച് അന്വേഷണം വേണം. അതെന്താ നടത്താത്തത്? മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ ആ അഭിമുഖം അനുവദിച്ചിരിക്കുന്നത്, ഹിന്ദു പത്രത്തിന് അനുവദിച്ചിരിക്കുന്നത് ഒരു PR ഏജൻസിയും എന്നെ സമീപിച്ചിട്ടല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ആലപ്പുഴയിലെ ഒരു നേതാവിന്റെ മകൻ ചെറുപ്പം മുതൽ രാഷ്ട്രീയ നിലപാടുമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ, എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരാൾ, അയാൾ വന്നിട്ട് എന്നോട് ഹിന്ദു പത്രത്തിന് ഒരു ഇന്റർവ്യൂവിന്റെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനെ കുറിച്ചുള്ള ഐഡന്റിറ്റി അതാണ്. CPM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, ഞാൻ മറ്റതിഥിയിലേക്ക് പോകും. എനിക്ക് അതിനകത്ത് ക്ലാരിറ്റി വേണം. കാരണം ഈ മറുപടി പറഞ്ഞ് നമ്മൾ ആരെയാ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. VPP മുസ്തഫയ്ക്ക് തന്നെ ബോധ്യമായ കാര്യമാണോ അങ്ങ് പറയുന്നത്? ഹിന്ദു പത്രത്തിലെ മാപ്പ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ആ വിശദീകരണ കുറിപ്പ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഡോക്ടർ VPP മുസ്തഫ? അല്ല, നിങ്ങള് ഇങ്ങനെ ഈ ആപേക്ഷികമായ ചോദ്യങ്ങൾക്ക് ഒരു കാര്യവുമില്ല. നമ്മളൊരു വിഷയം വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണത്തിലേക്കാണ് വരേണ്ടത്. അല്ലാതെ നിങ്ങൾ അതിൽ ഇത് അംഗീകരിക്കുന്നില്ല. പാർട്ടിയും മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് ഹിന്ദു പത്രം തെറ്റായി വ്യാഖ്യാനിച്ച ഒരു വാചകമാണ്. ആ വാചകം ആരെഴുതി എന്നത് അറിയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ, നമുക്കില്ലേ VPP മുസ്തഫ? ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി നിങ്ങൾ പറയുന്നത് ഈ അഭിമുഖം അനുവദിച്ചത് PR ഏജൻസി മുഖേനയാണ്. മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുന്നു, ഞാനൊരു PR ഏജൻസി മുഖേനയല്ല അഭിമുഖം കൊടുത്തിട്ടുള്ളത്. ഇന്നേ വരെ അങ്ങനെ PR ഏജൻസി മുഖേന മാധ്യമങ്ങളെ സമീപിച്ചിട്ടുമില്ല. നേരത്തെ ഗൾഫിലുള്ള ചില മാധ്യമങ്ങൾ അവിടെയുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ അതെനിക്ക് മനസ്സിലായി. ഞാൻ മുഖ്യമന്ത്രിയെ അവിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ ചോദ്യം, VPP മുസ്തഫ ഹിന്ദു പത്രം നൽകിയ വിശദീകരണവും നിങ്ങൾ തള്ളുകയാണോ? അതാണ് പറഞ്ഞത്. കൃത്യമായിട്ട് കാണേണ്ടത് എങ്ങനെയാ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ ചെറുപ്പക്കാരനുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് എനിക്ക് നേരത്തെ അറിയാവുന്ന ആളായതുകൊണ്ട് അദ്ദേഹം വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് മനസ്സിലായി. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. എനിക്ക് അറിയേണ്ടത് ഹിന്ദു പത്രത്തിലെ വിശദീകരണം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിലൊരു PR ഏജൻസി ഉണ്ട്. ആ PR ഏജൻസിയുടെ ഭാഗം പാർട്ടി ഉൾക്കൊള്ളുന്നില്ല. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ അരുൺകുമാറിനോട് ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ വിശദീകരണം നിങ്ങൾക്ക് അറിയണ്ട, എനിക്കറിയണം. നമ്മൾ അറിഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു. കേരള മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒരു PR ഏജൻസിയല്ല, ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യമാണ് അഭിമുഖം തയ്യാറാക്കി കൊടുത്തത്.
അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഭിമുഖ വേളയിൽ അവിടെ ഉണ്ടായിരുന്ന കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ല, അതും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിനീത് ഹണ്ടയെ മുഖ്യമന്ത്രിക്ക് അറിയാനുള്ള സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം ആ മുറിയിൽ എങ്ങനെ വന്നു എന്നത് ദുരൂഹമാണ്. അതവിടെ നിൽക്കട്ടെ, അതും ഞങ്ങൾ മുഖ്യമന്ത്രിയെ മുഖവിലേക്ക് എടുക്കുന്നു. മുഖ്യമന്ത്രി കരുതുന്ന പോലെ ശോഭന നായരോടൊപ്പം വന്ന ഹിന്ദുവിൻ്റെ ഒരു പ്രവർത്തകനാണെന്ന് കരുതിയിട്ടുണ്ടാവാം. ഇനി മൂന്നാമത്തെ ഒരു ഭാഗമുണ്ടല്ലോ, ഹിന്ദു പത്രം വിശദീകരിക്കുന്നത് ഇത് എഴുതി കൊടുത്തത് PR ഏജൻസിയാണ് എന്ന് പത്രം പറയുമ്പോൾ ആ PR ഏജൻസിയായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് ഈ സുബ്രഹ്മണ്യമാണ്. ഈ സുബ്രഹ്മണ്യം ഇങ്ങനെ ഒരു വാചകം എഴുതി കൊടുത്തോ? ഈ ഒരു ചോദ്യം സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് ചോദിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അത് പരിശോധിക്കേണ്ടതാണ് എന്ന് ഇന്നലത്തെ അത് സംബന്ധിച്ച കൃത്യമായ ചോദ്യവും ഉത്തരവും ഇന്ന് വന്നിട്ടുള്ളതിൽ ഞാൻ ആ ഭാഗം വേണമെങ്കിൽ അങ്ങനെ തന്നെ വായിക്കാം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അക്കാര്യം പറയുന്നില്ലേ? അത് പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുന്നില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങളത് അരുൺകുമാറെ? ഇല്ലില്ല, ചോദിക്കാൻ പോകുന്നില്ലെന്നാ പറഞ്ഞത്. ഇതുവരെയും ചോദിച്ചിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനത് പിന്നെ കൃത്യമായിട്ട് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നിട്ടുണ്ട്. ഇല്ല, അത് ഞങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. ആ പരിശോധിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഉണ്ടുണ്ടെന്ന് ആ വാചകം തന്നെ ഞാനുണ്ട്. ഒറ്റ സെക്കൻഡ് തന്നാൽ മതി. അങ്ങനെ തിരിയുമ്പോഴേക്കും ഞാനൊന്ന് അനിൽ ബോസിലേക്ക് പോരാം. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ തത്സമയ സംപ്രേഷണമായിരുന്നല്ലോ. അനിൽ ബോസ്, ഇവിടെ പാർട്ടി സെക്രട്ടറി ഉറപ്പോടുകൂടി പറയുന്നു അങ്ങനെയൊന്നും മലപ്പുറത്ത് ഈ പാർട്ടി എഴുതിത്തള്ളാൻ കഴിയില്ല. 50 പേർ PVNനോടൊപ്പം പോയി എന്ന് കരുതി ഈ പാർട്ടിയെ 1987 മുതൽ CPMന്റെ നിലപാട് തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന അനുഭാവികളുള്ള ജില്ലയാണ് മലപ്പുറം. ആ മലപ്പുറത്തെ സ്വതന്ത്ര ഇറക്കിയുള്ള പരീക്ഷണങ്ങളിലൂടെയൊക്കെ തന്നെയാണ് വളർന്നത് ഈ പാർട്ടി. ആ പാർട്ടി പറയുന്നത് എന്താണെന്ന് പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും എടുക്കുന്ന നിലപാടിൽ വിരളി പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം പ്രതിപക്ഷത്തിന്റെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ്. നിങ്ങളാണോ ഈ മലപ്പുറം പ്രചരണവേല നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ബാധിച്ച മഴവിൽ സഖ്യം? കാരണം ചിരിച്ചാൽ എനിക്കും വട്ടായി പോയെന്ന് ആരെങ്കിലും വിചാരിച്ച എന്ത് ചെയ്യും? അതുകൊണ്ട് ചിരി വരുന്നുണ്ടെങ്കിലും ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അരുണെ, നമ്മുടെ വിഷയം എന്താണ്? മലപ്പുറം ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണോ കൂടുതൽ ആളുകൾ, അൻവറിന്റെ കൂടെയാണോ കൂടുതൽ ആളുകൾ എന്നുള്ളതാണോ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം? ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് തലത്തിലേക്കാണ് ഇവർ ഈ ചർച്ചയെ വഴിമാറ്റാൻ ശ്രമിക്കുന്നത്? നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതൊക്കെ കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിച്ചോളും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജയിക്കുന്നവർ ജയിക്കട്ടെ. സ്വതന്ത്രം ജയിക്കട്ടെ, UDF ജയിക്കട്ടെ, LDF ജയിക്കട്ടെ, ഇനി വേറെ ആരെങ്കിലും ജയിക്കുന്നെങ്കിൽ അവരൊക്കെ ജയിക്കട്ടെ. അതൊക്കെ വേറെ മാറ്റം, വേറെ വിഷയം. യഥാർത്ഥ പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നം ഓരോ മിനിറ്റിലും നുണ പറയുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം ഓരോ ഘട്ടത്തിലും എടുത്തിട്ടുള്ള സ്റ്റെപ്പ് നോക്കൂ. അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ നോക്കൂ. അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് പറഞ്ഞെന്താ? ഒരവതാരങ്ങളെയും ഞാൻ വെച്ചു വാഴാൻ അനുവദിക്കില്ല. അവതാരങ്ങളുടെ ഒരു പട്ടിക പറയട്ടെ. ശിവശങ്കരൻ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ അവസാനം P ശശിയിൽ എത്തി നിൽക്കുന്ന മുഖ്യമന്ത്രി കോശാന പാടുന്നതിന്റെ പേരിൽ സുരക്ഷിത കവചമൊരുക്കി സംരക്ഷിക്കപ്പെടുന്ന അജിത് കുമാർ അടക്കമുള്ള അവതാരങ്ങളുടെ പേരുകൾ എണ്ണട്ടെ. ഷാദ് കിരൺ, സ്വപ്ന സുരേഷ്, ഇങ്ങനെ എണ്ണി പറഞ്ഞ് ഒരുപാട് പോട്ടെ. വീട്ടിൽ തന്നെ അവതാരങ്ങൾ ഒരുപാടാണ്. പുറത്തെ പേരെടുക്കുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിലുള്ളവരുടെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ സബ്ജക്റ്റ് എന്താ? ഇവിടെ അൻവർ പാർട്ടി ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ CPMന്റെ കൂടെ ജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി നടത്തിയ വീഴ്ചകൾ, ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് അധികാരം കൈയാളുന്നവർ ചെയ്യുന്ന തിന്മയുടെ ഒരു പട്ടിക, അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി എന്ത് നിലപാടെടുത്തു, മുഖ്യമന്ത്രി എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് ഒരു ചോദ്യം. അരുൺകുമാർ തന്നെ എത്രയോ തവണ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വന്നു ഹിന്ദു പത്രത്തിൽ. ആർക്കും മനസ്സിലാകാത്ത കാര്യമല്ലല്ലോ. അതിൽ അദ്ദേഹം പറയാത്തതാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വന്നതെങ്കിൽ അതിന് പത്രം ഖേദം പ്രകടിപ്പിച്ചു. നല്ല കാര്യം, പത്രം ഖേദം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, പത്രമാണ് ഖേദം പ്രകടിപ്പിച്ചത്.
പക്ഷേ പത്രം ഖേദം പ്രകടിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്തിനാ ഖേദം പ്രകടിപ്പിക്കുന്നത്? പത്രം തെറ്റായ വാർത്ത കൊടുത്താൽ പത്രമാണ് ഖേദം പ്രകടിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ തോക്കിൽ കയറി വെടിവെക്കാതെ. ഞാൻ പറഞ്ഞത് താങ്കൾ ഇത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്നതിന് തിരിച്ച് എടുക്കല്ലേ. താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എന്താ? ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ഈ വാർത്ത ഞങ്ങൾക്ക് തന്നത്, ഈ ഇന്റർവ്യൂവിൽ ഈ ഭാഗം ഞങ്ങൾക്ക് തന്നത് ഒരു PR ഏജൻസിയാണ്, കേസർ എന്ന് പറയുന്ന ഏജൻസിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഏജൻസിയെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അവരെന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇല്ലാത്ത പ്രസ്താവന ഈ ഇന്റർവ്യൂവിൽ കയറ്റി? ആ അഭിമുഖത്തിൽ എങ്ങനെ ഇത് ഉൾപ്പെടുത്തി? എന്തുകൊണ്ട് ഉൾപ്പെടുത്തി? ഇത് അന്വേഷിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി നിങ്ങളെയും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന പത്രസമ്മേളനത്തിൽ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു. പത്രം ഖേദം പ്രകടിപ്പിച്ചു, അതുകൊണ്ട് അവിടെ കഴിഞ്ഞു എന്നാ പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയാണെന്നേ, പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ വിട്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അരുണിന്റെയും എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഒരു ഏജൻസി ഹിന്ദു പോലൊരു വലിയ പത്രത്തിൽ അച്ചടിച്ചു വരത്തക്ക രീതിയിൽ ചാർത്തി കൊടുത്തെങ്കിൽ ആ ആളുകളെ കയ്യാമം വെക്കേണ്ടത് കേരളത്തിന്റെ പൊതുവിഷയമാണ്. അത് CPM-ന്റെ മാത്രം വിഷയമല്ല, LDF-ന്റെ വിഷയമല്ല, കേരളത്തിന്റെ പൊതുവിഷയമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം പറഞ്ഞു എന്നൊരു ഏജൻസി ഒരു പത്രത്തിന് കൊടുത്തു എന്ന് പത്രം പറയുമ്പോൾ അതിനെതിരെ നടപടി വേണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം അരുൺ. അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. CPM സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ട് ഇതിവിടെ തീർന്നു, ഇതിന്റെ തിരശ്ശീല വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരില്ല. വളരെ ഗൗരവത്തോടുകൂടി മുസ്തഫ പറയട്ടതല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഇരിക്കുന്ന മുസ്തഫയല്ലേ, ഈ ചോദ്യത്തിന് ഉത്തരം പറ. പത്രം ഖേദം പ്രകടിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. നമ്മുടെ മുഖ്യമന്ത്രി മുസ്തഫയുടെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം പറഞ്ഞു എന്നൊരു ഏജൻസി ഒരു പത്രത്തിന് കൊടുത്തെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം. ആ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? പ്രസക്തമായ ചോദ്യം. മുസ്തഫ മറുപടി പറയട്ടെ. ഞാൻ ജയസൂര്യയിലേക്ക് ഒന്ന് പോയി വരാം, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. താങ്കൾ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇന്നിപ്പോൾ BJP അദ്ദേഹത്തെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നയാളായി വ്യാഖ്യാനിക്കുന്നു. എന്നാൽ SDP-യും ജമാഅത്തെയും അടക്കമുള്ളവരും PV അൻവറും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതിനിധിയായി ചിത്രീകരിക്കുന്നു. ഇതിൽ എവിടെയാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ? അപ്പോൾ പാർട്ടി പറയുന്നതേ വിശ്വസിക്കാൻ കഴിയൂ. ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും ഇടയിലാണ്, അഥവാ അവയ്ക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതല്ലേ അപ്പോൾ കുറച്ചുകൂടി വാസ്തവമാവുക? S. ജയസൂര്യൻ, ആ വാസ്തവം ഇവിടെ തികച്ചും ശരിയാകാൻ പോകുന്നില്ല. കാരണം മുഖ്യമന്ത്രിയും CPM-ഉം അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷുമൊക്കെ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്, അവരുടെ പഴയകാല അനുഭവമുണ്ട്. അതായത് MV രാഘവനും KPR-ഉം KR ഗൗരിയമ്മയും TP ചന്ദ്രശേഖരനുമൊക്കെ കലാപക്കൊടി ഉയർത്തി പാർട്ടി വിട്ടു പോവുകയൊക്കെ ചെയ്തപ്പോൾ ആ കൂടെ ഹിന്ദു സഖാക്കന്മാര് അധികം പോയില്ല, പോയവർ തിരിച്ചു വന്നു. അതുകൊണ്ട് ഇപ്പോൾ അവർക്കൊരു വലിയ ആത്മവിശ്വാസമുണ്ട്, PV അൻവറും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. പക്ഷെ സംഭവം അതല്ല, നടക്കാൻ പോകുന്നത് അതല്ല. PV അൻവറിന്റെ കൂടെ മുസ്ലിം സഖാക്കൾ പോകും, അനുഭാവികൾ പോകും, പോയാൽ തിരിച്ചു വരില്ല എന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ എടുത്ത സ്റ്റാൻഡിൽ നിന്ന് മടങ്ങി വന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, അത് EMS ആണെങ്കിലും EK നായനാരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും എടുത്ത സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. അവർ MVR-നെ തള്ളിയിട്ടുണ്ട്, KR ഗൗരിയമ്മയെ തള്ളിയിട്ടുണ്ട്, KPR-നെ തള്ളിയിട്ടുണ്ട്, TP ചന്ദ്രശേഖരനെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന അൻവറിനെ അവർ കൊല്ലാനും പോകുന്നില്ല, തള്ളാനും പോകുന്നില്ല, ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇവർ സ്തംഭിച്ചു പോയി, CPM സ്തംഭിച്ചു പോയി, പിണറായി സ്തംഭിച്ചു പോയി, ഗോവിന്ദ മാസ്റ്റർ ഞെട്ടിപ്പോയി. കാരണം മറ്റുള്ളവരുടെ കൂടെ പോകാൻ ഹിന്ദു സഖാക്കന്മാര് ഉണ്ടായിരുന്നില്ല, പക്ഷെ അൻവറിന്റെ കൂടെ പോകാൻ മുസ്ലിം സഖാക്കന്മാരുണ്ടാകും. അത്രയും വലിയ ഭീകരാവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. ആ ഭീകരാവസ്ഥയിലാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പോകുന്നത്. ശരിയല്ലേ? ഇപ്പൊ അരുൺകുമാർ പറഞ്ഞ ചോദ്യം, അതുപോലെ തന്നെ അനിൽ ബോസ് പറഞ്ഞ ചോദ്യം, ആ ചോദ്യത്തിന് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ഏജൻസി അവിടെ ഉണ്ട് എങ്കിൽ ആ PR ഏജൻസിക്കെതിരെ കേസ് കൊടുക്കാത്തതെന്ത്? ഞങ്ങൾ ചോദിക്കുന്നു, കേസ് കൊടുക്കാത്തതെന്ത്? അപ്പൊ കേസ് കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രി കേരളത്തിൻ്റെതാണ്, പക്ഷെ ആ മുഖ്യമന്ത്രി എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പോക്കറ്റിലെ തടവുകാരനാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ട് കേസ് കൊടുക്കാൻ കഴിയില്ല, പ്രതികരിക്കാൻ കഴിയില്ല, തള്ളിപ്പറയാൻ കഴിയില്ല. അത്ര ഗതികേടിലാണ് ഇന്ന് CPM മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ CPM-ന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന നിലപാടാണ്.
കാരണം നിലപാടില്ലാത്തൊരവസ്ഥയാണ്. EMSന്റെ ഒക്കെ നഷ്ടം ഇപ്പോഴാണ് ഇവർ ഓർക്കുക. കാരണം നിലപാടുണ്ടായിരുന്നു അന്ന്, ഇന്ന് നിലപാടില്ല. ഇന്ന് നിലപാട് ആര് തീരുമാനിക്കും? പൊളിറ്റിക്കൽ ഇസ്ലാം തീരുമാനിക്കും. അങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ കീഴിൽ CPMന്റെ പ്രത്യയശാസ്ത്രത്തെ അടിയറ വെച്ചു എന്നുള്ളതാണ് ഇന്ന് ഗോവിന്ദൻ മാഷിന്റെ പത്രസമ്മേളനം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. ശരി, മറുപടി VPP മുസ്തഫ 30 സെക്കൻഡ് കൊണ്ട് മറുപടി. ക്ഷമിക്കണം, 3 അതിഥികളും ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം ഉള്ളതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതൃഭൂമിയിലെ കാര്യം ഉദ്ധരിക്കാം. അങ്ങയുടെ അറിവില്ലാതെയാണെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാവുമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട് ആകെ ഉത്തരം പറയാൻ കഴിഞ്ഞ് ഞാൻ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായി പറയാനാവില്ല. അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം ആ ചെറുപ്പക്കാരിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പരിശോധിക്കണം എന്ന അർത്ഥത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ബാക്കി പറഞ്ഞ കാര്യം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കാര്യം ഈ കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി തന്നെ, ഒരു ആശയം തന്നെ വ്യക്തമായി പറഞ്ഞത് ഇടതുപക്ഷമാണ്. ഈ പറയുന്ന ജയസൂര്യന്റെ പാർട്ടി പറഞ്ഞിട്ടില്ല. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ ജയസൂര്യ ഞങ്ങൾ മത്സരിക്കുന്ന ഏക സീറ്റിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുമായിട്ട് അങ്ങനെ മതമൗലികവാദ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് അവിടുത്തെ BJP കൂട്ടുകൂടിയിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ വരികയാണ്. അതിനെതിരായ ചർച്ചയിൽ ചേർന്നത് നമുക്ക് അരമണിക്കൂറിൽ താഴെ സമയം മാത്രമേ ലഭിച്ചുള്ളൂ. 3 അതിഥികളോടും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Debate with Dr. Arun Kumar.